ഉപയോഗിക്കുവാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ആ നിലകളിൽ ഉപയോഗിക്കുവാനായിട്ട് ദൈവം. അതാണ് ബട്ടർഫ്ലൈയുടെ ജീവിത ചക്രം എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. അല്ലേലിയ. നമ്മൾ മുമ്പേ എന്തായിരുന്നു എന്നുള്ളതല്ല. അല്ലേലിയ. ഇപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? അല്ലേലിയ. നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞ് ഈ ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വന്നതിന് ശേഷം, അല്ലേലിയ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്വയമായി പരിശോധിക്കുവാനായിട്ട്. അപ്പോൾ യഥാർത്ഥമായ മാനസാന്തരം നമ്മളിലുണ്ട് എങ്കിൽ, അല്ലേലിയ, ഉണർവിന്റെ ഒരു പടി നമ്മളിൽ എന്ത് ചെയ്തു? ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലിയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലിയ, കർത്താവേ, ഞങ്ങളുടെ രാജ്യത്ത് ഉണർവഹിക്കണമേ, ലോകത്ത് ഉണർവഹിക്കണമേ, അല്ലേലിയ, എന്റെ സഭയിൽ ഉണർവഹിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലേലിയ. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ ഉണർവിന്റെ ആദ്യ പടി എന്റെ മേലോട് നയിക്കണമേ, അല്ലേലിയ, എന്നിൽ ഇത് ആരംഭിക്കണമേ എന്ന് എത്ര പേർക്ക് നോക്കാല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെയെങ്കിൽ, അല്ലേലിയ, നാം യഥാർത്ഥമായ ദൈവസന്നിധിയിൽ ആ നിലകളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ അനുഭവമായ ഈ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കടന്നു വരുവാനായിട്ട് ഇടയായി തീരണം. അല്ലേലിയ. നമ്മുടെ ജീവിതം, അല്ലേലിയ, പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമായി നമ്മൾ മാറ്റുവാനായിട്ട് ഇടയായി തീരണം. അല്ലേലിയ. അതാണ് യഥാർത്ഥമായ മാനസാന്തരം. അല്ലേലിയ. അതാണ് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞത്. അല്ലേലിയ. യഥാർത്ഥമായ ഉണർവെന്ന് പറയുന്നത് തനതായ ലക്ഷണത്തോടു കൂടിയതാണ്. യഥാർത്ഥമായ ഉണർവാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? ദൈവവചനം പറയുന്നു, യഥാർത്ഥമായ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ആ വ്യത്യാസത്തെ ലോകത്തിന് തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. നമ്മുടെ സഭയിലുള്ളവർക്ക് തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. നമ്മുടെ കൂടെയുള്ളവർക്കും ആ വ്യത്യാസത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ. രണ്ടാമതായിട്ട് ഞാൻ വേഗത്തിൽ, നമ്മുടെ മുമ്പിൽ സമയം കുറവായിട്ട് വേഗത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അല്ലേലിയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ച അതേ അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അല്ലേലിയ. തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്, ആത്മാവിലെയും നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയെ തികച്ചു കൊള്ളണം. അല്ലേലിയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ, നമ്മളിൽ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവിന്റെ ഭാവം ഉണ്ടെങ്കിൽ, അല്ലേലിയ, തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, അല്ലേലിയ, ഈ വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ടുള്ള ഒരു കുതിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അല്ലേലിയ. ദൈവത്തിന്റെ വിശുദ്ധി, നമ്മളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അല്ലേലിയ. അങ്ങനെ ഉള്ളവരിലാണ് ദൈവം തന്റെ ഉണർവിനെ എന്ത് ചെയ്യുന്നത്? അയക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലേലിയ. അങ്ങനെ വരുമ്പോഴാണ് ഈ ഉണർവ് എന്ന് പറയുന്നത് അർത്ഥപൂർണമായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലേലിയ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലേലിയ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3-5 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അല്ലേലിയ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകൊള്ളുകയും അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടി എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുന്നു?
ധരിച്ചിരിക്കുന്നുവല്ലോ. തിരുവചനം പറയുകയാണ്, അതിൽ യവനനെന്നും യഹൂദനെന്നുമില്ല, പരിച്ഛേദനയും അഗ്രചർമ്മിയൊന്നുമില്ല, ബർബരനും ശകനും ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവിലത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഇന്ന് പറയില്ലേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ അവൻ തിരുവചനം പറയുകയാണ്, അല്ലെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിൽ അവൻ ഒന്ന് മാനസാന്തരത്തിന്റെ അനുഭവം പൂർണ്ണ നിലയിലേക്ക് കടന്നു വരിക. രണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ അവൻ വിശുദ്ധിയെ തികയ്ക്കുവാനുള്ള ഒരു വെമ്പൽ, ഒരു കുതിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ മൂന്നാമതായിട്ട് തിരുവചനം പറയുകയാണ്, അല്ലെങ്കിൽ അവൻ പാപത്തോട് ഒരു വെറുപ്പ് നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ പാപത്തോടുള്ള ഒരു വെറുപ്പ്. അല്ലെങ്കിൽ തിരുവചനം അങ്ങനെ പറയുന്നത്. ആകയാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ദുർനടപ്പ്, അശുദ്ധി, അധരാഗം, ദുർമയോഗം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എല്ലാം എന്ത് ചെയ്യണം, മരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ഭൂമി നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് എന്തുണ്ടാകാം, ആകർഷണം ഉണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പിശാച് നമ്മളെ പരീക്ഷിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ദൈവവചനം പറയുകയാണ്, ഇങ്ങനെയുള്ളവയെ നമ്മൾ എന്ത് ചെയ്യണം, മരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ കോപവും ക്രോധവും ഈർഷ്യയും വായിൽ നിന്ന് വരുന്ന ദൂഷണം ഇവയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വിട്ടുകളയുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് പൂർണ്ണമായ മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, ഒന്ന് നമുക്ക് പാപത്തോട് വെറുപ്പുണ്ടാകുന്നു. രണ്ട്, തിരുവചനം പറയുക വിശുദ്ധിയെ തികയ്ക്കുവാനുള്ള ഒരു വെമ്പലുണ്ടാകുന്നു. മൂന്നാമതായി പറയുന്നു, പാപത്തോട് നമുക്ക് വെറുപ്പുണ്ടാകുന്നു. പാപത്തോട് വെറുപ്പ്. അല്ലെങ്കിൽ ഒരിക്കലും പാപത്തിന് അധീനരായി പോകുവാനായിട്ടല്ല, പാപത്തോട് എന്ത് ചെയ്യണം, എതിർത്ത് നിൽക്കണം. അല്ലെങ്കിൽ തിരുവചനം പറയുന്ന അങ്ങനെ. അല്ലെങ്കിൽ പാപം നിന്റെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം നിന്റെ പടിവാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അപ്പൊ പാപമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ പാപത്തിൽ നാം അകപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ. അല്ലെങ്കിൽ പാപമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ കാറ്റഗറി മാത്രമല്ല കേട്ടോ. നമ്മുടെ വിചാരം പാപം എന്ന് പറയുന്നത് വലിയ കാറ്റഗറിയുള്ള അല്ലെന്നേ. നമ്മുടെ സഹോദരനെ നമ്മൾ നിസ്സാര എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഹോദരനെ നമ്മൾ നിസ്സാര, അത് പാപമാണ്. അല്ലെങ്കിൽ അതെല്ലാം എന്താണ്, ദൈവത്തിന്റെ മുമ്പാകെ പാപമാണ്. അപ്പൊ അതുകൊണ്ട് തിരുവചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള പഴയ മനുഷ്യനെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. അതിന്റെ രാഗമോഹങ്ങളോട് കൂടി തന്നെ എന്ത് ചെയ്യണം, ഉപേക്ഷിച്ച് കളയുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ, ഈ മാനസാന്തരത്തിന്റെ പൂർണ്ണമായ ഫലം നമ്മളിൽ എന്ത് ചെയ്യുള്ളൂ, പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന ഉണർവിന്റെ അംശം നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുമ്പോൾ ദൈവവചനം പറയുകയാണ്, പാപത്തോടെ നമുക്ക് എന്തായിത്തീരും, വെറുപ്പ് ഉളവാകുവാനായിട്ട് ഇടയായിത്തീരും. പാപത്തെ നമ്മൾ വെറുക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലൂയ. നിങ്ങളാരും പാപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല. അല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലേലൂയ പല നിലകളിൽ പിശാച് നമ്മളെ എന്ത് ചെയ്യും, പരീക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തയില്, അല്ലെങ്കിൽ നമ്മുടെ നിരൂപണങ്ങളില് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും എന്ത് ചെയ്യും, പിശാച് നമ്മളെ പരീക്ഷിച്ച് വല്ല വിധേനയും നമ്മുടെ വിരുദ് തെറ്റിക്കുവാൻ, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ, അല്ലെങ്കിൽ നമ്മിലുണ്ടായ ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തെ നശിപ്പിച്ചു കളയുവാൻ പിശാച് പല നിലകളിലുള്ള പ്രലോഭനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനതയെ, അല്ലെങ്കിൽ ഈ വകകളെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഉണർവിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. അല്ലെങ്കിൽ അപ്പൊ രണ്ടാമത് തിരുവചനം പറയുന്നു, യഥാർത്ഥമായ ഉണർവും യഥാർത്ഥമായ മാനസാന്തരവും നമ്മുടെ ഉണ്ടെങ്കിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പാപത്തോട് നമുക്ക് എന്ത് ചെയ്യും, ഒരു വെറുപ്പ് ഉളവാക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഗലാത്യ ലേഖനം
ലേഖനം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയാവുന്നവരായതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗലാത്യ സഭയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇത്ര വേഗത്തിൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ നിങ്ങൾ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആശ്ചര്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ദൈവ മക്കളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ദുരുപദേശം കയറിക്കൂടുവാനിടയായി. ദുരുപദേശം, ദൈവജനത്തെ തെറ്റിച്ചു കളയുന്ന, ദൈവജനത്തെ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും അവരുടെ ദൈവത്തോടുള്ള അവരുടെ ഏകാഗ്രതയിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് കളയുന്ന ദുരുപദേശങ്ങൾ. ഇന്നും നമുക്കറിയാം, ഇന്നും അനേക ദുരുപദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവജനത്തിനിടയിൽ കടന്നു വരുന്നുണ്ട്. ഏതാണ് നല്ലത്, ഏതാണ് മോശമെന്ന് തിരിച്ചറിയാത്ത നിലകളിൽ ദുരുപദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവജനത്തിന്റെ കയറി കൂടുന്നുണ്ട്. അല്ലെ, നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അല്ലെ, ഈ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പറയുന്നത് ആരായിക്കോട്ടെ, അല്ലെ, എത്ര വലിയ പാസ്റ്റർ ആയിക്കോട്ടെ, എത്ര വലിയ ശുശ്രൂഷയുള്ളവരായിക്കോട്ടെ, ദൈവവചനത്തിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും തനിക്ക് ബോധിച്ചവണ്ണം പറയുന്നവരുണ്ട് എങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ദൈവജനം എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയായി തീരണം. അല്ലെ, നാം കേട്ടിരുന്ന, നാം അറിഞ്ഞിരിക്കുന്ന സുവിശേഷത്തിന് വിരോധമായി, അല്ലെ, എത്ര വലിയവൻ ഏത് വലിയ ഉപദേശം കൊണ്ടുവന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിൽ വിശ്വസിക്കരുത്. അല്ലെ, ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചത് അതാണ്. അല്ലെ, ഗലാത്യയിലുള്ള ദൈവജനത്തെ കുറിച്ച് പൗലോസ് ആശ്ചര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അല്ലെ, അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തത് ആരാ? പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇത്ര വേഗത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഭവിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? ആശ്ചര്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൗലോസ് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച ജനം, പൗലോസിൽ നിന്ന് ദൈവവചനം പഠിച്ച് ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ട് കടന്നു വന്ന ദൈവജനം ആ സുവിശേഷത്തെ മറന്ന്, അല്ലെങ്കിൽ ആ സുവിശേഷം വിട്ട് ദുരുപദേശത്തിലേക്ക് അവരുടെ മനസ്സ് മാറിയെങ്കിൽ, ആ നിലകളിൽ അവരെ തെറ്റിച്ച് കളഞ്ഞുവെങ്കിൽ നമ്മളെ എത്രയധികം പിശാച് തെറ്റിക്കുവാൻ ശ്രമിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. ദൈവവചനം പറയുന്നു, യഥാർത്ഥമായ ഉണർവിന്റെ അനുഭവവും മാനസാന്തരത്തിന്റെ അനുഭവവും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ദുരുപദേശത്തോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഒരിക്കലും ദുരുപദേശത്തിന് കൈയടിക്കുന്നവരായിട്ടല്ല, എല്ലാത്തിനും ആമീൻ പറയുന്നവരായിട്ടല്ല, എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായിട്ടല്ല. അല്ലെങ്കിൽ അതിനെ വിവേചിക്കുവാനുള്ള, നമ്മൾ കേൾക്കുന്നതിന്, നമ്മൾ അറിയുന്നതിന്, നമ്മളോട് പറയുന്നതിനെ ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനെ വിവേചിച്ച് അതിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ സത്യമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? അതിന് ആമീൻ പറയുവാനായിട്ട് ഇടയാകാവൂ. അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദുരുപദേശത്തോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ അത് നമ്മളെ എന്ത് ചെയ്യും? തെറ്റിച്ച് കളയുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പൊ യഥാർത്ഥമായ മാനസാന്തരം, യഥാർത്ഥമായ ഉണർവിന്റെ അനുഭവം നമ്മളിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. വേഗത്തിൽ മുമ്പോട്ട് പോകാൻ എനിക്ക് ലഭിച്ച സമയം ഏകദേശം കഴിയാറായി. വേഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെ, അഞ്ചാമതായിട്ട് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ
എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഇന്ന് വായിക്കാൻ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, തിരുവചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന ദൈവത്തിന്റെ ജനം, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യതയുള്ളതായിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കർത്താവിന്റെ വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുകയാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് അവർ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന ദൈവജനത്തിന്റെ നടുവിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എത്ര പവിത്രമായി പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ വളരെ അഭിമാനത്തോടെയാ പറയുന്നത്, അല്ലെ? വളരെ അഭിമാനത്തോടെ, ധൈര്യത്തോടെ ആണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും, അല്ലെങ്കിൽ പവിത്രതയോടെ നീതിയോടെ തിരുവചനം പറയുന്നു അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും സാക്ഷിയാണ്, ദൈവവും സാക്ഷിയാണ്. അതാണ് ദൈവമക്കളുടെ ഉറപ്പെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവമക്കളായ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പിലും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ഞങ്ങൾ എത്ര അനന്യമായി നടന്നു വന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അല്ലെങ്കിൽ ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലെങ്കിൽ യഥാർത്ഥമായ മാനസാന്തരവും ഉണർവും നമ്മളിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സുതാര്യതയുള്ള ട്രാൻസ്പെറന്റ് ആയ ഒരു ജീവിതമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടതെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഇതുപോലെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അല്ലെങ്കിൽ ഉണർവിന്റെ അടുത്ത അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മഭാരമുള്ള ജീവിതം, ഞാൻ എന്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേഗത്തിൽ പറഞ്ഞിരുന്നു. ഒന്ന് വെറുതെ ലേഖനം 9-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കുമ്പോൾ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നിർബന്ധം എന്ത് ചെയ്യുന്നു? എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ടുള്ള സമയക്രമോടിയാണ് അത് ദീർഘമായി വായിക്കുന്നില്ല. ആ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഒരു ആത്മഭാരം എന്ത് ചെയ്യണം? നമ്മളിൽ ഉണ്ടാകണം. ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവകൃപ, ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവിക സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ഈ രക്ഷയുടെ മഹാത്മ്യം, ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവകൃപ മറ്റുള്ളവരും എന്ത് ചെയ്യണം? അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട്. അതാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മഭാരം. അല്ലെങ്കിൽ അപ്പോസ്തലൻ പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്കത് പ്രത്യേകിച്ച് പ്രശംസിക്കാറില്ല. കാരണം എന്താ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അല്ലെങ്കിൽ ഓരോ ദൈവമക്കളെ, പാസ്റ്റർമാരുടെ മാത്രമല്ല, ഓരോ ദൈവ പൈതലിന്റെയും ജീവിതത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്? സുവിശേഷീകരണം എന്ന് പറയുന്നത്. സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നതാണ് സുവിശേഷം. അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച്, നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ സന്തോഷത്തെ കുറിച്ച്, ഈ സമാധാനത്തെ കുറിച്ച്, ഈ ദൈവത്തിലുള്ള ആശ്രയത്തെ കുറിച്ച് എന്ത് ചെയ്യുക? മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വാഞ്ച, ഒരു ആത്മഭാരം. നശിച്ചു പോകുന്ന തലമുറകളെ കുറിച്ച്, നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച്, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കുടുംബങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരം നിനക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ സുവിശേഷത്തെ എന്ത് ചെയ്യണം? നീ അവരിൽ നിന്നിലുള്ള ആ സുവിശേഷത്തെ അവരിലേക്ക് പറയുവാനുള്ള ഒരു ആഗ്രഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിന് നിനക്ക് നമുക്ക് ആർക്കും പ്രശംസിക്കുവാനൊന്നുമില്ല. ചിലർ അതിനെ വലിയ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് 10 പേരോട് സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ 50 പേരോട് സുവിശേഷം പറഞ്ഞു, 50 വീട്ടിൽ ലെവലേ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അതിനെ വലിയ സംഭവമായിട്ട് പറയുന്നവരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കതിൽ പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. കാരണം എന്താ?
നിർബന്ധമാണ്. അത് എന്റെ മേലുള്ള എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ എന്താ പറയുക, സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്താണ്? സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണമെന്നാ എന്റെ വചനത്തെ പറയുന്നു. ഹല്ലേലൂയ. സകല സൃഷ്ടിയോടും. അതാണ് നമ്മള് മത്തായിയുടെ സുവിശേഷത്തിന്റെ ആമേൻ 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുവാനുള്ള മനസ്സാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നത്. കർത്താവിന്റെ അന്ത്യാജ്ഞാപനത്തെ പൂർത്തീകരിക്കുവാനുള്ള ആ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നത്. അതാണ് പറയുന്നത്, ആത്മഭാരം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇന്ന് പകലില് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയുവാനായിട്ടുണ്ട്. എന്നാൽ അല്ലെങ്കിൽ എനിക്ക് പറയുവാനുള്ള ആഗ്രഹം, നമ്മള് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവെ യഥാർത്ഥമായ ഒരു ഉണർവ് എന്നിൽ ആരംഭിക്കണം. ഇന്ന് എന്നിലാവുന്ന ആരംഭിച്ച് കർത്താവെ അത് എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് പുറപ്പെടണം. അല്ലെങ്കിൽ ആ ഉണർവ്, അല്ലെങ്കിൽ ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, ചാർലി കിർക്ക് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അവൻ ദൈവവചനത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുകയാണ്? അതിൽ നിന്ന് അനേകര് ചാർലി കിർക്കായിട്ട് എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മള് ഇങ്ങനെ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഉണർവ് എന്നിലൊന്ന് ആരംഭിക്കണം. അല്ലെങ്കിൽ അത് യഥാർത്ഥമായ ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം എങ്ങനെയാണോ ഒരു പൂമ്പാറ്റ തന്റെ ജീവിതത്തെ ആരംഭിക്കും, അതുപോലെ യഥാർത്ഥമായ ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം എന്നിലൊന്ന് പകരുമാറാകണമേ. അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധിയെ, ആ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധിയെ തികയ്ക്കുവാനുള്ള ആ ഒരു കുതിപ്പ് എനിക്ക് അവിടുന്ന് പകരണമേ എന്ന് ഇന്ന് പകർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് പാപത്തോട് എന്ത് ചെയ്യാൻ കഴിയും? പാപത്തെ വെറുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരും. അല്ലെങ്കിൽ ദുരുപദേശത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഏറ്റവും സുതാര്യമായ ഒരു ജീവിതം നയിക്കുവാൻ ആത്മഭാരമുള്ള അനേകരെ ഈ ദൈവത്തിലേക്ക് ആകർഷിക്കണം, ദൈവത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ എല്ലാവരുടെ പേരും ഉണ്ടാകട്ടെ. യഥാർത്ഥമായ അവർ ഉണർവിന്റെ അനുഭവത്തിലേക്ക്, അവർ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി